എല്ലാവർക്കും നമസ്കാരം. 2025 പുതുവർഷ ഫലങ്ങളെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. പുതിയ വർഷം തുടങ്ങാൻ പോകുമ്പോൾ എല്ലാവർക്കും ആ ഒരു വർഷത്തിനുള്ളിൽ നിറവേറ്റാൻ പല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടാകും. പക്ഷേ ആ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ ചിലർക്ക് ഉടനെ സാധിക്കുകയും ചിലർക്ക് അതിനുവേണ്ടി കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരുന്നതുമാണ്. അതൊക്കെ അവരവരുടെ ജാതക രീതിയിലുള്ള ദശ അപഹാരങ്ങളെയും ചാരവശാൽ നടക്കുന്ന ഗ്രഹമാറ്റങ്ങളെയും അപേക്ഷിച്ചായിരിക്കും തീരുമാനിക്കപ്പെടുന്നത്. വർഷഗ്രഹങ്ങളായ വ്യാഴം, ശനി, രാഹു, കേതു എന്നീ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെ അടിസ്ഥാനമാക്കിയാണ് പ്രധാനമായും വർഷഫലങ്ങൾ പറയുന്നത്. ഒരുപക്ഷെ ഗ്രഹനിലകൾ അനുകൂലമല്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയോടെ മുന്നോട്ട് പോയാൽ ഏത് പ്രതികൂല സാഹചര്യത്തെയും നേരിടാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. മേടക്കുറി ജനിച്ചവർക്ക് ധനസ്ഥാനത്തിൽ വ്യാഴവും ലാഭസ്ഥാനത്തിൽ ശനിയും 6-12 ഭാവങ്ങളിൽ രാഹുകേതുക്കളും സഞ്ചരിക്കുന്നതിനാൽ വർഷം തുടങ്ങുമ്പോൾ ഗ്രഹനില വളരെ അനുകൂലമാണ് എന്ന് തന്നെ പറയാം. വർഷാരംഭത്തിലെ ഗ്രഹനില അനുകൂലമായതിനാൽ വർഷത്തിൻ്റെ തുടക്കം മുതൽ കഠിനമായി പ്രയത്നിച്ചാൽ പല കാര്യങ്ങളിലും അനുകൂലമായ ഫലങ്ങളെ നേടിയെടുക്കാൻ അല്ലെങ്കിൽ പല കാര്യങ്ങളിലും വിജയം നേടാൻ മേടക്കൂറുകാർക്ക് സാധിക്കുന്നതാണ്. ജോലിയിലുള്ളവർക്ക് ഇതിനേക്കാൾ മെച്ചപ്പെട്ട ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുകയും പ്രൊമോഷൻ, അനുകൂലമായ സ്ഥലം മാറ്റം എന്നിവ ലഭിക്കുന്നതുമാണ്. മാർച്ച് മാസത്തിൽ ശനി 12ലേക്ക് മാറിയാലും വിദേശത്തെ ജോലിക്ക് പോകാൻ തടസ്സമുണ്ടാവുകയില്ല. ഏഴരശനി കാലത്തിൽ ചിലവുകൾ അധികരിക്കുമെങ്കിലും മെയ് മാസം വരെ ധനസ്ഥാനത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ വരുമാനവും വന്നു ചേരുന്നതാണ്. മെയ് മാസത്തിലെ രാഹുകേതു മാറ്റത്തിന് ശേഷം 5ാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുന്നതിനാൽ മനസ്സിന് സങ്കടമുണ്ടാക്കുന്ന ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഏഴരശനിയുടെ ഫലങ്ങളെപ്പറ്റി നോക്കുമ്പോൾ 30 മുതൽ 60 വയസ്സിനുള്ളിൽ ഉള്ളവർക്ക് ദോഷഫലങ്ങൾ പൊതുവെ കുറവായിരിക്കും. മെയ് മാസം മുതൽ 3ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ യാത്രകൾ അധികം ചെയ്യേണ്ടി വരുന്നതാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ വർഷാരംഭത്തിലെ അനുകൂലമായ ഗ്രഹനിലയെ ഉപയോഗപ്പെടുത്തി നിങ്ങളുടെ ലക്ഷ്യങ്ങൾ പരമാവധി പൂർത്തിയാക്കാൻ സാധിച്ചാൽ പിന്നീടുള്ള സമയത്ത് വലിയ ദോഷഫലങ്ങളൊന്നുമില്ലാതെ കടന്നുപോകാൻ സാധിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മേടക്കുറി ജനിച്ചവരുടെ വർഷഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.